ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ونفخ في الصور فجمعناهم جمعا. ونفخ في الصور ذلك يوم الوعيد. وجاءت كل نفس معها سائق وشهيد. لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെയും സൂറത്തുൽ ഖലമിലൂടെയും സൂറത്തുൽ ഖാഫിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ പല അധ്യായങ്ങളിലൂടെയും നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു മഹാ സന്ദേശം അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരികയാ. അവിടെ വെച്ച് ആദ്യമായി സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഹേ ജിബ്രീലേ, ഇന്നത്തെ ദിവസം എന്താണ് ജിബ്രീലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുമ്പോ ഹാദാ യൗമുൽ വാഖിഅ, ഹാദാ യൗമുൽ ഖിയാമ, ഹാദാ യൗമുൽ ഹഖ. ഈ ദിവസമാണ് അന്ത്യനാൾ നബിയെ. ലോകം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹബീബേ. ഇനി അവസാനത്തെ ലോകമായ ആലമുൽ മഹ്ശറിലേക്കുള്ള യാത്രയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, കൈഫ ഫുഇല ബി ഉമ്മതി യാ ജിബ്രീൽ, എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്തേ, എന്റെ അനുയായികളുടെ അവസ്ഥ എന്തേ, എവിടെ എന്റെ അനുയായികൾ, അവരുടെ സംഭവം എന്താണ്, അവരെവിടെയാ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അബ്ശിർ യാ മുഹമ്മദ്, നബിയേ അങ്ങ് സന്തോഷിക്കണേ, സന്തോഷിക്കണമേ. അവ്വലു മൻ തുൻശഖു അൻഹുൽ ഖബ്റു, ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത് അങ്ങാണ്, അങ്ങയുടെ ഖബറാണ്. ആരെയും ഇതുവരെക്കും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടേ ഇല്ല. നിങ്ങളെയാണ് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത്. ഇനിയാണ് അവിടുത്തെ സമുദായത്തെ അനുയായി വൃത്താന്തങ്ങളെ അനുയായികളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പോഴാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ വെച്ച് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ ഊതുന്നത്. വനഫിഖ ഫിസ്സൂർ ഫജമഅനാഹും ജംആ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഒരു മഹാസമ്മേളനത്തിലേക്ക് ഇതാ ജനങ്ങളെ കൊണ്ടുപോകാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതുകയാണ്. വനഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖബറുകളിൽ കഴിയുന്നവരെ, ഖബറുകളിൽ ഉറങ്ങുന്നവരെ, ഖബറുകളിൽ കിടക്കുന്നവരെ, വർഷങ്ങളായി 1000 10,000 ലോകമുണ്ടാകുന്ന സമയം മുതലേ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലഘട്ടം മുതൽ ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ ദാസന്മാരെ മുഴുവനും ഇതാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്.
ഫൈദാഹും മിനൽ അജ്ദാദ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇതാ കൂട്ടം കൂട്ടമായി അവർ എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവർ കൂട്ടം കൂട്ടമായി വരികയാണ്. ഐനമാ തകൂനൂ യഅതി ബികുമുല്ലാഹു ജമിയാ. ഈ ലോകത്തിന്റെ ഏത് മുക്കിലാകട്ടെ, ഏത് ഭാഗത്താകട്ടെ, ഏത് മൂലയിലാകട്ടെ, സമസ്ത മണ്ഡലങ്ങളിൽ കഴിയുന്ന സമൂഹത്തെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് മഹ്ശറ. അവ ആബാഉനൽ അവ്വലൂൻ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ. മുൻഗാമികളെ ഒരുമിച്ച് കൂട്ടപ്പെടുമോ, പിൽക്കാലക്കാരെ ഒരുമിച്ച് കൂട്ടപ്പെടുമോ എന്ന് അവിശ്വാസികളായ ജനങ്ങളെല്ലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുകയാണ്, ഖുൽ നബിയേ അവരോട് പറയണേ, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളെയും പിൽക്കാലങ്ങളിൽ വരുന്നവരെയും എല്ലാ മനുഷ്യ സമുദായത്തെ ലമജ്മൂൻ ഇലാ മീഖാതി യൗമിൻ മഅലൂം, ഒരു നിശ്ചിത ദിവസത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് നബിയേ ആ അവിശ്വാസികളായ സമൂഹത്തോട് പറയണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എവിടെയായിരുന്നാലും, ഈ ഭൂലോകത്ത് എവിടെയായിരുന്നാലും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. മനുഷ്യ സമൂഹത്തെ മാത്രമല്ല, എല്ലാവരെയും, മുൻഗാമികളെയും പിൻഗാമികളെയും, പക്ഷിപറവാദികളെയും പ്രാണികളെയും ഇഴജന്തുക്കളെയും മൃഗങ്ങളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നു. അതാണ് മഹ്ശർ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് ഏതെല്ലാം നാടുകളിൽ, രാജ്യങ്ങളിൽ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മാത്രമല്ല, പക്ഷിപറവാദികളെ, പ്രാണികളെ, ജന്തുക്കളെ, ഉദരജീവികളെ, ഇഴജന്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടോ. പറക്കമുറ്റതാകട്ടെ, പറക്കാൻ കഴിയാത്തതാകട്ടെ, ഇല്ലാ ഉമമുൻ അംസാലുക്കും, അവരെല്ലാം നിങ്ങളെ പോലെ ഒരു സമൂഹമാണ്, ഒരു സമൂഹമാ. ഈ മാനവനല്ല, ഈ മനുഷ്യരല്ല സമൂഹം, പക്ഷിപറവാദികളും ഒരു സമൂഹമാണ്. ആ പക്ഷിപറവാദികളും ഒരു സമൂഹമാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോ സുമ്മ ഇലാ റബ്ബിഹിം യുശറൂൻ, ആ പക്ഷിപറവാദികളെ അടക്കം, ആ മൃഗങ്ങളെ അടക്കം, ആ ഉദരജീവികളെ അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുമത്രേ. ആ സ്ഥലത്തിന്റെ പേരാണ് മഹ്ശർ, ആ സ്ഥലത്തിന്റെ പേരാണ് മൗഇദ്, ആ സ്ഥലത്തിന്റെ പേരാണ് ഖിയാമത്ത് നാള്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് എല്ലാവരെയും, മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ അടക്കം, എല്ലാ മൃഗങ്ങളെയും. ഈ ദുനിയാവിൽ വെച്ച് ഏതെങ്കിലും ഒരു മൃഗങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മൃഗം പരാജയപ്പെട്ടിട്ടുണ്ടോ? ആ പരാജയപ്പെട്ടതും വിജയിച്ചതുമായ മൃഗങ്ങളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടും. എല്ലാരെയും ഒരുമിച്ച് കൂട്ടും. ആരെയും അല്ലാഹു തആല വിടുകയില്ല, എല്ലാവരെയും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു രേഖപ്പെടുത്തിയതാണ്. ദാലിക യൗം മജ്മൂഉൻ ലഹുന്നാസ് വദാലിക യൗമുൻ മശ്ഹൂദ്. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്, ആ ദിവസമാണ് മഹ്ശർ എന്ന് പറയുന്ന മഹാസമ്മേളനം. വദാലിക യൗമുൻ മശ്ഹൂദ്, സകലമാന വസ്തുക്കളും സാക്ഷിയാക്കപ്പെടുന്ന ദിവസമാ. ആ ദിവസത്തിന്റെ പേരാണ് മഹ്ശറ. എല്ലാവരെയും ഒരുമിച്ച്, ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിടുകയില്ല.
ഈ ഭൂലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സകലമാന ജീവികൾ, ജന്തുജീവികൾ, സകലമാന വസ്തുക്കൾ, സകലമാന മനുഷ്യമക്കൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. അല്ലാഹു ആണല്ലോ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു, എങ്ങനെയാണോ നിങ്ങളെ നാം ആദ്യമായി പ്രാരംഭത്തിൽ സൃഷ്ടിച്ചത് അതേപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിലേക്ക് നമ്മെ കൊണ്ടുവരിക. ആദ്യം സൃഷ്ടിച്ചതുപോലെ തന്നെ. എങ്ങനെയാ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ വന്നത്? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ പുറത്തേക്ക് എങ്ങനെയാണ് വന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഗുർലാ, നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നഗ്നപാതകരായി, വിവസ്ത്രരായി, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി നാളെ മഹ്ശറയിലേക്ക് ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമത്രേ. ചേലാകർമ്മം ചെയ്യാത്ത അവസ്ഥയിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രസവിച്ച ഉടനെ നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് എങ്ങനെയാണോ വരുന്നത്, ആ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേപോലെ തന്നെയാണ് നമ്മളെ ഖബറിൽ നിന്നും വീണ്ടും പ്രസവിപ്പിക്കപ്പെടുന്നത്. ഒരു വലിയ ഒരു അന്ധകാരത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഭൂലോകത്തെ കൊണ്ടുവരുന്നത്. മനസ്സിലാക്കണം, ആണ് ഉമ്മാന്റെ ഗർഭപാത്രം. വലിയൊരു അന്ധകാരമാണത്. ആദ്യം ആലമുൽ അർവാഹ്, അവിടെ നിന്ന് തുടങ്ങുന്നു, തിരിച്ച് അവിടേക്ക് തന്നെയാണ് മടക്കം. ആ ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അർഹാം എന്ന് പറയുന്ന ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ ഗർഭപാത്രം ഒരു ഇരുണ്ട തുരുത്തായിരുന്നു. 10 മാസ കാലയളവിൽ നമുക്ക് വായു നൽകിയത്, ഭക്ഷണം നൽകിയത്, നമുക്ക് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ്. 10 മാസ കാലയളവിൽ അതൊരു ഇരുണ്ട മുറിയാണ്, അതൊരു ഇരുണ്ട അറയാണ്. ഉമ്മ നമ്മളെ പ്രസവിക്കുന്നതോടുകൂടി ഏതോ ഒരു വലിയ ലോകത്തേക്ക്, ഒരു മഹാസഞ്ചയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അതാണ് ഈ ബ്രഹ്മാണ്ഡ കടാഹം. ഇതേപോലെ ഈ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഭൂമി എന്ന് പറയുന്ന ഉമ്മയാണ്. ഭൂമി എന്ന് പറയുന്ന ഉമ്മയാണ്. ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അതേപോലെ ഇരുണ്ട തുരുത്തായിരിക്കും, ഇരുണ്ട അവസ്ഥയായിരിക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോയി കിടത്തുകയാണ്. വർഷങ്ങളോളം അവിടെ കിടക്കേണ്ടി വരും. ആ ഭൂമി നാളെ പ്രസവിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനേക്കാളും വലിയ ഒരു ലോകമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അപ്പൊ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ എങ്ങനെയാണോ പുറത്തേക്ക് വന്നത്, നമ്മൾ വസ്ത്രം ധരിച്ചിരുന്നില്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ടിരുന്നില്ല, നമ്മൾ ചെരുപ്പ് ധരിച്ചിരുന്നില്ല. ഈ 3 അവസ്ഥയിലാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നത്. ഇതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നമ്മൾ മരണപ്പെടുമ്പോ നമ്മുടെ ചെരുപ്പ് അഴിച്ചു മാറ്റുകയല്ലേ, നമ്മുടെ കൈകാലുകളിലോ നമ്മുടെ ശരീരഭാഗങ്ങളിലോ നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോ സ്വർണങ്ങളോ വെള്ളി ആഭരണങ്ങളോ മുഴുവനും ഇതാ അഴിച്ചു മാറ്റപ്പെടുകയാണ്. ശേഷം ഒരു 21 മുഴമുള്ള വെറും തുണി കൊണ്ട് പൊതിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദർബാറിലേക്ക് ഇതാ ജനങ്ങൾ നമ്മളെ യാത്രയാക്കുകയാണ്. ആ ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ നീണ്ട യുഗങ്ങളെ കഴിഞ്ഞുകൂടുമ്പോ ആ മല ബഹുമാനപ്പെട്ട ഇസ്രാഫീലിന്റെ വിളി വരുമ്പോൾ ആ ഗർഭപാത്രത്തിൽ നിന്ന് വീണ്ടും പ്രസവിക്കപ്പെടുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഗുർലാ. ഒരു മയ്യത്ത് പൊതിയുമ്പോ വസ്ത്രം പൊതിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോ ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് നഗ്നനായിട്ടാണ്, വിവസ്ത്രനായിട്ടാണ്, വസ്ത്രമില്ലാത്ത അവസ്ഥയിലാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇത് പറയുമ്പോ കാലത്ത് ആയിഷ റളിയല്ലാഹു തആല അന്ന ചോദിക്കുകയാ, നബിയേ അർരിജാലു വന്നിസാ യൻളുറു ബഅ്ളുഹും ബഅ്ളാ.
അന്ന് സ്ത്രീകളും പുരുഷന്മാരും അവരവരുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ അവരുടെ ഔറത്തുകൾ പരസ്പരം കാണുകയില്ലേ ഹബീബേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുന്നു, ആയിഷ, അൽ അംറു അശദ്ദു ദാലിക മിൻ അയ്യുഹിമ്മഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. ഇന്നൊരാണ് പെണ്ണിനെ കാണുന്നത് പോലെ ഒരു പെണ്ണ് ആണിനെ കാണുന്നത് പോലെയല്ല ആയിഷ. അതൊരു വല്ലാത്ത സംഭവമാണ്, ഒരു വല്ലാത്ത സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ആര് നഗ്നരാകട്ടെ, ആര് വിവസ്ത്രരാകട്ടെ, ആരും മറ്റൊരാളുടെ ഔറത്തുകളിലേക്കോ സ്വന്തം ഔറത്തുകളിലേക്കോ നോക്കുകയില്ല. അതിനേക്കാൾ വലിയ സംഭവമാണ് അവര് നേരിട്ട് കാണുന്നത് ആയിഷ. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ഒന്നും ആരെ ഔറത്ത് കാണാൻ പറ്റില്ല, ഔറത്ത് നോക്കലല്ലോ അവിടെ വിഷയം. അപ്പൊ നമുക്കിവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി, ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി, എന്തെങ്കിലും വലിയൊരു സംഭവം ഉണ്ടായി, നമ്മളെല്ലാവരും ഇറങ്ങി ഓടൽ തന്നെയാണ്. നമ്മുടെ മക്കളെ പോലെ നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ കുടുംബത്തെ പോലെ നമ്മൾ മറന്നു പോകുന്നു. വസ്ത്രം ഉണ്ടോ, മൊബൈൽ എടുത്തോ, വണ്ടി എടുത്തോ ഒന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള നിയത്താണ്. ആ സംഭവത്തെ കാണുമ്പോൾ മറ്റുള്ള ഔറത്തുകളിലേക്ക് നോക്കലൊന്നുമല്ല വിഷയം. ഒരു സുനാമി അടിച്ചു, ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായി, ആളുകളെല്ലാം ഔറത്തുകളൊന്നും ഇല്ലാതെ കിടക്കുമ്പോൾ നമ്മളിൽപ്പെട്ട ഒരാളും അവരുടെ ഔറത്തിലേക്ക് ശ്രദ്ധിക്കൂല. ആ സംഭവത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഠിച്ചവനെ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, എന്തായിരിക്കും സംഭവം, അതിലേക്കാണ് നോക്കുക. അതല്ലാതെ ആരും അവരുടെ ഔറത്തിലേക്ക് നോക്കാറില്ല. സംഭവം അതാണ് നബിയുനാ റസൂൽ തങ്ങൾ പറഞ്ഞത്. ആയിഷ, അന്നത്തെ ദിവസം ആർക്കും അവരുടെ ഔറത്തിലേക്കോ മറ്റൊരാളുടെ ഔറത്തിലേക്കോ നോക്കാനുള്ള സമയമല്ല ആയിഷ. അതൊരു വല്ലാത്ത വിസ്ഫോടനമാണ്, വല്ലാത്ത സംഭവമാണ്. ഇന്നകും മഹ്ശൂറൂന ഹുഫാതൻ ഉറാതൻ ഉർലാ ثم قرأ رسول الله صلى الله عليه وسلم كما بدأنا أول خلق نعيد. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ട് പറയുകയാ, എന്റെ സമുദായത്തെ നാളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത്, ആ ദിവസത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് നഗ്നരായിട്ടാണ്, വിവസ്ത്രരായിട്ടാണ്, നഗ്നപാതുകരായിട്ടാ, ചലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലാണ്. ഇതേപോലെ അള്ളാഹു എങ്ങനെയാണോ നമ്മളെ സൃഷ്ടിച്ചത് അതേ അവസ്ഥയിൽ തന്നെയാണ് വീണ്ടും മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. ഉറപ്പാണ്, അല്ലാഹു പറഞ്ഞ വാക്കാണ്, ഉറപ്പാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ആർക്കും പുറകോട്ട് പോകാമെന്ന് ധരിക്കേണ്ട, ഉറപ്പാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖിയാമത്ത് നാളിൽ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും, ഒരാളെയും അല്ലാഹു തആല വിടുകയില്ല. ഭൂമിയുടെ ഏത് കോണിലാകട്ടെ, ഏത് ഭാഗത്താകട്ടെ, ഏത് അവസ്ഥയിലാകട്ടെ, എങ്ങനെയാകട്ടെ, യാ അല്ലാഹ് എല്ലാവരെയും വഅദൻ അലൈനാ. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, ഇത് നടക്കണമല്ലോ, ഇത് സംഭവിക്കണമല്ലോ. അതല്ലേ മഹ്ശർ, അവിടെയല്ലേ നീതി. ഇവിടെ നമുക്ക് നീതിയുണ്ടോ? നമ്മുടെ നാട്ടിൽ നമുക്ക് നീതിയില്ലല്ലോ. നീതിയില്ലാത്ത ഈ നാട്ടിൽ നിന്ന് യഥാർത്ഥ നീതി വാങ്ങിക്കൊടുക്കുന്ന സ്ഥലമാണ് മഹ്ശർ. അവിടേക്കാണ് ജനങ്ങളെ കൊണ്ടുവരപ്പെടുക, അവിടേക്കാണ് ജനങ്ങൾ പോവുക. എല്ലാവരെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരും, പല കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും, പല കോലത്തിലാണ് കൊണ്ടുവരിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുകയാണ്, ഇന്ന ഉമ്മത്തി തുശറൂന യൗമൽ ഖിയാമത്തി സലാസത അസ്നാഫ്. എന്റെ ഉമ്മത്തികളെ 3 വിഭാഗമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഒരു റിവായത്തിൽ ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. പല പല സംഭവങ്ങൾ, പല പല റിവായത്തുകളിൽ, പല രീതിയിൽ, പല അവസ്ഥയിൽ, പല കോലത്തിൽ, പല എണ്ണത്തിലാണ് കൊണ്ടുവരപ്പെടുക എന്നുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒരു ഹദീസ്, ഒരു അഭിപ്രായം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തികളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് 3 വിഭാഗക്കാരായിട്ടാണ്. സിൻഫൻ മുശാതാ വസിൻഫൻ റുക്ബാനാ വസിൻഫൻ അലാ വജൂഹിഹിം. ആ
ആദരവായ നബി തങ്ങൾ പറയുന്നു, എന്റെ വിഭാഗത്തെ 3 വിഭാഗമായിട്ട് എന്റെ സമുദായത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ഒരു വിഭാഗം ആളുകൾ നടന്നുകൊണ്ടാണ് മഹ്ശറിലേക്ക് വരിക, മറ്റൊരു വിഭാഗം ആളുകൾ വാഹനത്തിലാണ് മഹ്ശറിലേക്ക് കടന്നു വരിക, മറ്റൊരു വിഭാഗം ആളുകൾ മുഖം കുത്തപ്പെട്ട നിലയിൽ മുഖം കൊണ്ട് നടന്ന് മഹ്ശറിലേക്ക് വരുമത്രേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ സഹാബാക്ക് ഇത് പറഞ്ഞു കൊടുത്തപ്പോ സഹാബാക്ക് അത്ഭുതം. നടന്നു വരുന്നു, ഓക്കേ, സമ്മതിച്ചു, സാധ്യമാണ്. യാത്ര ചെയ്തു, അതും സാധ്യമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ മുഖം കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വല്ലാത്ത അത്ഭുതമാണല്ലോ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, കാലുകൊണ്ട് നടന്നു വരിക, യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും, ഞങ്ങളത് അംഗീകരിക്കും ഹബീബേ. ഫകൈഫ യംശൂന അലാ വുജൂഹിഹിം, എങ്ങനെയാണ് അവരുടെ മുഖം കൊണ്ട് നടന്നു വരിക ഹബീബേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് ചോദിക്കുകയാ, ഇന്നല്ലദീ അംസാഹും അലാ ഖദാമിഹിം ഖാദിറുൻ അലാ അയ്യുംസിയഹും ബിവുജൂഹിഹിം. ഏ സ്വഹാബത്തേ, ഈ മനുഷ്യനെ കാലുകൊണ്ട് നടക്കാൻ അനുവദിച്ചവൻ അല്ലാഹുവല്ലയോ? അവന്റെ ഔദാര്യമല്ലയോ? അവന്റെ കഴിവല്ലയോ? അവന്റെ തീരുമാനമല്ലയോ? ഈ മാനവനെ കാലുകൊണ്ട് ഈ ഭൂമിയുടെ മുകളിലൂടെ നടക്കാൻ അനുവദിച്ചത് അതേ പടച്ചവന്റെ ദർബാറിലേക്കല്ലേ ലോകം മൊത്തവും യാത്ര തിരിക്കുന്നത്? ആ കാലുകൊണ്ട് നടക്കാൻ അനുവദിച്ച പടച്ച തമ്പുരാൻ അവന്റെ തീരുമാനമാണ് അലാ അയ്യുംസിയഹും ബിവുജൂഹിഹിം, അവരുടെ മുഖം കൊണ്ട് തന്നെ അവരെ നടത്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇന്നഹും യത്തഖൂന അലാ കുല്ലി ഹജാരിൻ വശൗകിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആ മുഖം കൊണ്ട് മഹ്ശറിലേക്ക് കടന്നു വരുന്ന വഴിയിൽ എവിടെയെല്ലാം കല്ലുകളുണ്ടോ, കരിങ്കല്ലുകളുണ്ടോ, കുറ്റികളുണ്ടോ, ചരൽ കല്ലുകളുണ്ടോ, കുപ്പിച്ചില്ലുകളുണ്ടോ, ഏതെല്ലാം ഉപദ്രവമുള്ള വസ്തുക്കളുണ്ടോ, മുള്ളുകളാകട്ടെ മരങ്ങളാകട്ടെ, അതിനെ എല്ലാം ചവിട്ടിക്കൊണ്ടാണ് ആ മുഖം കൊണ്ട് നാളെ ഒരു വിഭാഗം ആളുകൾ മഹ്ശറിലേക്ക് കടന്നു വരിക. കാലുകൊണ്ട് നടന്നു വരുന്നത് പോലെ മുഖം കൊണ്ട് ചവിട്ടി ചവിട്ടി എല്ലാ മുള്ളിലും കല്ലിലും കുപ്പിച്ചില്ലുകളിലും മുഖം കൊണ്ട് ഉരച്ച് നടന്നവരും അത്രയ്ക്കും ദുനിയാവിൽ തെറ്റ് ചെയ്തവരാണ്. നഊദുബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. വല്ലാത്തൊരവസ്ഥയായിരിക്കും. ആ അവസ്ഥയിലാണ് ഒരു വിഭാഗം ആളുകൾ ഇവർ കടന്നു വരിക. നടന്നു വരുന്നവരും യാത്ര ചെയ്തു വരുന്നവരെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അതൊന്നും സഹാബാക്കൾക്ക് ഒരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയില്ല. അതൊക്കെ സംഭവിക്കുമല്ലോ, അതൊക്കെ സംഭവിക്കും. നല്ല നല്ല നന്മകൾ ചെയ്തവരൊക്കെ വാഹനത്തിലൂടെ കയറി വരും, അതല്ലാത്തവരൊക്കെ നടന്നു വരും. ഏറ്റവും വലിയ അഹങ്കാരികൾ തമ്മാടികളൊക്കെയാണ് ഈ കോലത്തിൽ മുഖം അല്ലാഹു സുബ്ഹാനഹു മുഖം കുത്തപ്പെട്ട നിലയിലേക്ക് വരിക. നഊദുബില്ലാ, നഊദുബില്ലാ. മുഖം കുത്തപ്പെട്ട അവസ്ഥയിലേക്ക് വരിക. ويحشرون على وجوههم عميا وبكما وصما مأواهم جهنم مأواهم جهنم. ഒരു വിഭാഗം ആളുകൾ കടന്നു വരുന്നത്, എന്റെ ആ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ കൊണ്ടുവരുന്നത് അന്ധരായ കോലത്തിലാണ്, ബധിരരായ കോലത്തിലാണ്, മൂകനായ അവസ്ഥയിലാണ്. കണ്ണ് കാണുകയില്ല, കാത് കേൾക്കുകയില്ല, അവൻ സംസാരിക്കാൻ അവന് കഴിയുകയില്ല. ഈ 3 അവസ്ഥയിലാണ് ഒരു വിഭാഗം ആളുകളെ മഹ്ശറിലേക്ക് കൊണ്ടുവരിക. കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ. നഊദുബില്ലാഹ്. അതൊക്കെ വളരെ വലിയ വലിയ പാപികളാണ്. കണ്ണ് കാണാത്തവർ, കാത് കേൾക്കാത്തവർ, സംസാരിക്കാത്തവർ നാളെ കൊണ്ടുവരണം മനുഷ്യർ. നല്ലവരാണോ ഇതിനർത്ഥം? ഇല്ല. വമൻ അറള ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني
أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. കണ്ണ് കാണാൻ കഴിവുള്ള മനുഷ്യൻ മരിച്ചു പോവുകയാണ്, കാത് കേൾക്കാൻ കഴിവുള്ള മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഇതാ മരിച്ചു പോകുമ്പോ അവനെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വേളയിൽ അവന് സംസാരിക്കാൻ കഴിയുന്നില്ല, അവന് കേൾക്കാൻ കഴിയുന്നില്ല, ഹൂറികളെ കാണാൻ കഴിയുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഈ മഹാപാപിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, പടച്ചവനെ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ. പടച്ചവനെ, ദുനിയാവിൽ എന്റെ കണ്ണിൽ ഒരു പോറൽ പോലും ഇല്ലാത്തവനായിരുന്നില്ലേ? എനിക്ക് കാണാനുള്ള കഴിവുണ്ടായിരുന്നല്ലോ, കേൾക്കാൻ കഴിവുണ്ടായിരുന്നല്ലോ. അല്ലാ, ഞാൻ വാക്ചാതുര്യതയോടെ സംസാരിക്കുന്നവനായിരുന്നു പടച്ചവനെ, ഞാൻ എത്രയോ ഉച്ചത്തിൽ സംസാരിക്കുന്നവനായിരുന്നു. അല്ലാ, ഇന്നെനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല നാഥനെ, കാണാൻ കഴിയുന്നില്ല നാഥനെ, കേൾക്കാൻ കഴിയുന്നില്ല. അല്ലാ, വഖദ് കുന്തു ബസീറാ. കാണാൻ കഴിയുമായിരുന്നു, കേൾക്കാൻ കഴിയുമായിരുന്നു, സംസാരിക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് നല്ല ആരോഗ്യമുള്ളവനായിരുന്നല്ലോ പടച്ചവനെ. ഈ മഹ്ശറിലേക്ക് വന്നപ്പോ ഇവിടുത്തെ ഈ അവസ്ഥകളൊക്കെ എനിക്കൊന്ന് കാണണ്ടേ, ഹൂറികളെ കാണണ്ടേ, സ്വർഗത്തിന്റെ അനുഭൂതികൾ എനിക്ക് കാണണ്ടേ പടച്ചവനെ. എന്റെ കണ്ണിന്റെ കാഴ്ച എവിടെ പോയി, എന്റെ കാത് എവിടെ പോയി റബ്ബേ പടച്ചവനെ ചോദിക്കുന്നു അള്ളാഹുവിനോട്. അള്ളാഹുമായിട്ടുള്ള സംസാരത്തിൽ അവർക്ക് കഴിയും, അള്ളാഹുവിനോട് സംസാരിക്കുന്നു. പക്ഷെ പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. അതൊരു വല്ലാത്തൊരു അദാബാണ്, വല്ലാത്തൊരു ശിക്ഷയാണ് അല്ലെ? നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഒരു അവസ്ഥ ന്യൂനത വന്നാൽ വല്ലാത്തൊരു അദാബല്ലേ? ചെവി കേൾക്കാൻ കഴിയാതെ വന്നാൽ വല്ലാത്തൊരു ശിക്ഷയല്ലേ? സംസാരിക്കാൻ കഴിയാത്ത എത്രയോ പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, സംസാരിക്കാൻ കഴിയുന്നില്ല. ഉസ്താദേ ഒന്ന് ദുആ എടുക്കണം, എന്റെ മക്കൾ സംസാരിക്കുന്നില്ല, എന്റെ മക്കൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല, എന്റെ മക്കൾക്ക് കാണാൻ കഴിയുന്നില്ല, ഒന്ന് ദുആ ചെയ്യണം. എത്രയോ പേര് ചോദിക്കുന്നു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അതൊരു വലിയൊരു ശിക്ഷയല്ലേ? അതൊരു വലിയൊരു അദാബല്ലേ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നാളെ ഈ അവസ്ഥയിൽ ആഖിറത്തിൽ എത്തുമ്പോ അല്ലാഹു ചോദിക്കും, അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ എനിക്ക് നീ ദുനിയാവിൽ വെച്ച് കണ്ണു തന്നു, എനിക്ക് ദുനിയാവിൽ നീ കേൾക്കാൻ കഴിവ് തന്നു, എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്നു, ഇന്ന് നീ എന്നെ അന്ധനും ബധിരനും മൂഖനുമാക്കി നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ലോ അല്ലാഹ്. എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിന്റെ കാരണം? മനസ്സിലാക്കേണ്ടത്. ചിന്തിച്ചോ, നല്ലപോലെ ചിന്തിച്ചോ. അല്ലാഹു തന്നെ മറുപടി പറയുകയാണ്. قال رب لم حشرتني وقد كنت بصيرا قال الله മറുപടി كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ആ ദുനിയാവിൽ വെച്ച് എനിക്ക് വേണ്ടി, എന്നെ നമസ്കരിക്കുന്നതിന് വേണ്ടി, എന്നെ സ്തുതിക്കുന്നതിന് വേണ്ടി നിന്നെ വിളിച്ചില്ലേ, മിനാരങ്ങളിൽ നിന്ന് നിന്നെ ക്ഷണിച്ചില്ലേ. ഹറാമ് കാണരുതേ, ഹറാമ് കേൾക്കരുതേ, ഹറാമ് സംസാരിക്കരുതേ, ഗീബത്ത്, നമീമത്ത്, ദൂഷണം, ഏഷണി നിന്റെ നാവ് കൊണ്ട് പറയരുതേ, കളവ് പറയരുതേ, വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കരുതേ, ചതിക്ക് കൂട്ടു നിൽക്കരുതേ എന്നെല്ലാം എന്റെ ദൂതൻ നിന്നോട് വിളിച്ചോദിയപ്പോൾ അതെല്ലാം നീ തള്ളിക്കളഞ്ഞവനല്ലേ, കളവാക്കിയവനല്ലേ? അന്ന് നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നിട്ട് അത് കാണാത്ത അന്ധനെ പോലെ, മൂകനെ പോലെ, ബധിരനെ പോലെ നടന്നവനല്ലേ? വകദാലികൽ യൗമ തുൻസാ. ഇന്നേ ദിവസത്തിൽ ഞാനും നിന്നെ മറന്നുപോയി. ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ മറുപടിയാണ്, വല്ലാത്ത മറുപടിയാണ്. അന്ന് ദുനിയാവിൽ വെച്ച് നീ എന്നെ മറന്നു, ദുനിയാവിൽ വെച്ച് നീ എന്നെ മറന്നു, ഇന്ന് ഞാൻ നിന്നെ മറന്നു. എനിക്കറിയില്ല യാ അല്ലാഹ്, നീ ഏത് എനിക്കറിയില്ല. നേരെ നരകം. മഅവാഹും ജഹന്നം വസാഅത് മസീറാ. അവരുടെ സങ്കേതം ദുർഘടമാണ്, ദുഷിച്ചതാണ്, നശിച്ചതാണ്, തകർന്നതാണ്, തകർന്നതാ. ആ സങ്കേതമാണ് ബധിരരെ, മൂകരെ, അന്ധരെ നിങ്ങൾക്കുള്ള താവളം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അതിലൊരു മൂഖരും മന്ദരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് കാണാനും കേൾക്കാനും ഒക്കെ കഴിവുണ്ട്. പക്ഷെ കണ്ണ് എന്തിനാണ്? ആ കണ്ണുകൊണ്ട് അവൻ അള്ളാഹുവിനെ കാണാൻ തയ്യാറായില്ല. നാളെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെ കാണുന്നതിന് വേണ്ടി അവന്റെ കണ്ണ് ഉപയോഗിക്കുമെങ്കിൽ ഈ ദുനിയാവിൽ ഹറാം മാത്രം കണ്ട് ജീവിച്ച കണ്ണുകളാ. ആ കണ്ണുകൾക്ക് നാളെ ആഖിറത്തിൽ കാണാൻ കഴിവില്ല. അപ്പൊ കണ്ണ് കാണാതൊക്കെ നാളെ ആഖിറത്തിൽ എങ്ങനെ വരും ഉസ്താദേ? ഇന്നും കണ്ണില്ലാത്ത പൊട്ടന്മാര് അന്തന്മാരൊക്കെ നടന്നു പോകുന്ന കണ്ടിട്ടില്ലേ? എന്ത് ത്യാഗം സഹിച്ച. നാളെ ആഖിറത്തിൽ നീ വരുമ്പോൾ അത്രയും പീഡനങ്ങൾ. അവിടെ പോയിടിക്കും, ഇവിടെ പോയിടിക്കും, അവിടുന്ന് ഇടി കിട്ടും, ഇവിടുന്ന് ഇടി കിട്ടും, ആ കുഴിയിൽ ചാടും, ആ കല്ലിൽ ചാടും, ആ കുപ്പിച്ചിലിൽ കയറി വീടും. ഇങ്ങനെയുള്ള അതൊരു അദാബ് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നാളെ മഹ്ശറിലേക്ക് വരിക. അങ്ങനെ കഷ്ടപ്പെട്ടായിരിക്കും മഹ്ശറിലേക്ക് വരിക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഓർക്കണ സുഹൃത്തെ, സഹോദര, അള്ളാഹു കണ്ണ് തന്നു, അത് അള്ളാഹെ കാണണം. ആ കണ്ണ് അള്ളാഹെ കാണണം. അള്ളാഹെ കാണാനാണ് ആ കണ്ണ്. ആഖിറത്തിന്റെ അവസ്ഥകളെ കാണണ്ടേ? മഹ്ശർ കാണണ്ടേ? ഹൂറികളെ കാണണ്ടേ? ഹൂറികളുടെ പാട്ട് കേൾക്കണ്ടേ? ഏറ്റവും നല്ല പാട്ട് പാടുന്ന ഹൂറികളാണ് സ്വർഗത്തിലെ ഹൂറി പെണ്ണുങ്ങളുടെ പാട്ട്. നല്ല പാട്ട് പാടും. അത് കേൾക്കാനുള്ള ചെവിയാണ്. അവരുടെ നല്ല സംസാരമാണ്, മധുരമായ സംസാരമാണ്. ആ സംസാരം കേൾക്കണോ? അത് സംസാരിക്കണോ? അവരുമായിട്ട് സംസാരിക്കണോ? നിനക്ക് നാവ് വേണം, നിനക്ക് നാവ് വേണം. ഇത് മൂന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. വനഫിഖ ഫിസ്സൂർ ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد. അന്തന്മാരെ കൊണ്ടുപോകുന്നവർ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകണം. അന്തന്മാരെ രണ്ട് മലക്കുകൾ വരും. രണ്ട് മലക്കുകൾ ഇവനെ തെളിച്ചു കൊണ്ടുപോവുകയാണ് അള്ളാന്റെ കോടതിയിലേക്ക്. കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, കാതും കേൾക്കൂല, ഒന്നുമില്ല. പക്ഷെ മലക്കുകൾക്കും അള്ളാഹു ഇവരുമായിട്ട് ചർച്ചകൾ ചെയ്യാൻ കഴിയും. അതൊരു വല്ലാത്ത ഹാലാണ്. അത് അവരും മലക്കുകൾ പറയുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം, സത്യം മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഖിയാമത്ത് നാളിലേക്ക്, മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വലതുഭാഗത്തൊരു മലക്ക്, ഇടതുഭാഗത്തൊരു മലക്ക്. ഇവന്റെ ഏടുകൾ പിടിക്കുന്ന ഒരു മലക്ക്, ഇവനെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന ഒരു മലക്ക്. وجاءت كل نفس معها سائق وشهيد. ഒരാൾ വലിച്ചു കൊണ്ടുപോകാൻ, ഒരാൾ ഇവൻ ഇന്ന തെറ്റ് ചെയ്തവനാണ്, ഇന്ന പാപം ചെയ്തവനാണ്, അധർമ്മം പ്രവർത്തിച്ചവനാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കാൻ ഒരു മലക്ക്. ചിന്തിച്ചോ? ഇതൊക്കെ ചിന്തിച്ചോ? സഹോദരിമാരെ, സഹോദരങ്ങളൊക്കെ അടക്കം നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും ഓരോ പാവവും എഴുതി വെക്കുന്നുണ്ട്. ഇവരാണ് വരുന്നത് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ. അല്ല, യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല, ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല. ما يلفظ من قول إلا لديه رقيب عتيد. റഖീബ് അതീദ് എല്ലാം എഴുതി രേഖപ്പെടുത്തുന്നു, ഒന്നും വിടുകയില്ല. നാളെ മഹ്ശറിൽ കൊണ്ടുപോകുമ്പോഴാണ് കിതാബ് കൊടുക്കുന്നത്. എത്തിയില്ല, മഹ്ശറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്, കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ അന്ധനായവൻ, ഈ മൂഖനായവൻ, ബധിരനായവൻ ഈ മാലാകമാരോട് ചോദിക്കുകയാണ്, എനിക്കെന്തേ കണ്ണ് കാണാത്തത് മലക്കുകളെ? എനിക്കെന്തേ കാത് കേൾക്കാത്തത് മലക്കുകളെ? എനിക്കെന്തേ സംസാരിക്കാൻ കഴിയാത്തതെന്ന് മാലാകമാരോട് ഈ മനുഷ്യൻ ചോദിക്കുമ്പോ മലക്കുകൾ അവന് മറുപടി നൽകുകയാണ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ عنك غطاءك فبصرك اليوم حديد. നാളെ ഖിയാമത്ത് നാളുണ്ടാകും, വിയർപ്പിൽ മുങ്ങുന്ന മഹ്ശറ ഉണ്ടാകും, നാളെ വിചാരണ ഉണ്ടാകും, സിറാത്ത് എന്ന പാലമുണ്ടാകും, നാളെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നെല്ലാം ഉലമാക്കൾ നിന്നെ ധരിപ്പിച്ചില്ലേ? പ്രവാചകന്മാര് വന്ന് നിന്നെ പഠിപ്പിച്ചിരുന്നില്ലേ? അന്ന് നിനക്ക് കണ്ണുണ്ടായിരുന്നു, കാതുണ്ടായിരുന്നു, സംസാരിക്കാനുള്ള നാവുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നീ ഉപയോഗിച്ചത് അല്ലാഹ്ക്ക് വേണ്ടിയല്ല. فلقد كنت في غفلة من هذا. ഈ ഒരു ദിവസത്തെ നീ അവിശ്വസിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നീ അശ്രദ്ധനായവനാണ്. പക്ഷേ فكشفنا عنك غطاءك فبصرك اليوم حديد. അങ്ങനെ
അങ്ങനെ മലക്കുകൾ അവനോട് പറയുകയാണ്, ഇന്ന് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ ഇവിടുത്തെ അവസ്ഥകൾ? ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഇതാണ് മഹ്ശർ. നടക്കടാ നടക്കടാ, റബ്ബിന്റെ കോടതിയിലേക്ക് നിന്നെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. റബ്ബനാ ഖാല ഖരീനു റബ്ബനാ മാ അഗ്തൈതനാ, ഞങ്ങളെ അല്ല അല്ലാഹുവേ, ഞങ്ങളെ പിഴച്ചുപോയി, ഞങ്ങളെ പിഴപ്പിച്ചതാണ് പടച്ച തമ്പുരാനെ. ഞങ്ങൾ ദുനിയാവിന്റെ അശ്രദ്ധയിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയതാണല്ലാ, ദുനിയാവിന്റെ രസലീലയിൽ ഞങ്ങൾ വീണുപോയി നാഥനെ. അല്ലാഹുവേ, ഇനി അങ്ങനെ ഒരു സംഭവം ഞങ്ങളിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് മടക്കുമോ നാഥാ? ഇനി സദ്വൃത്തനായ സദ്ഗുണസമ്പന്നനായ നിന്റെ ഇഷ്ടദാസനായി ഞങ്ങൾ മടങ്ങി വരാം അല്ലാ. റബ്ബനാ അബ്സറനാ വസമിഅനാ, ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി അല്ലാ, എന്താണ് മഹ്ശറ എന്ന് പറയുന്ന ലോകം, എന്താണ് വിചാരണയെന്നും എന്താണ് ഖബറിന്റെ ജീവിതമെന്നും അല്ലാഹുവേ ഞങ്ങൾക്ക് ബോധ്യമായി മനസ്സിലായി. ഇനി ഞങ്ങൾ അതനുസരിച്ച് ജീവിച്ചു കൊള്ളാം പടച്ചവനെ. ഫർജിഅനാ, ഒന്ന് മടക്കുമോ റബ്ബേ, ഒന്ന് മടക്കുമോ റബ്ബേ. നിഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ, എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഭൗതികമായ ഒരാഡംബരവും ഇനി ഞങ്ങൾക്ക് വേണ്ട നാഥനെ. ഉറപ്പ് നൽകുന്നു അല്ലാ, ഉറപ്പിച്ചു പറയുന്നു അല്ലാ, ഒരവസരം കൂടി നൽകി മടക്കുമോ നാഥാ? മഹ്ശറിലേക്ക് കൊണ്ടുപോകും, വിലപിക്കും മനുഷ്യൻ. പ്ലീസ് കെഞ്ച് യാചിക്കും, അല്ലാ പ്ലീസ്, മലക്കളെ പ്ലീസ്. കോടതിയിലോട്ടൊക്കെ പോലീസുകാർ കള്ളനെ കൊണ്ടുപോകുമ്പോ, പ്ലീസ് സാറേ എങ്ങനെയാലും നിങ്ങൾക്ക് ഞങ്ങൾ 2000 റുപ്യ തരാം സാർ, 5000 റുപ്യ തരാം സാർ, ഞങ്ങൾ എങ്ങനെയൊന്ന് പറഞ്ഞു പ്ലീസ്, ഞങ്ങൾ എന്നോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്തുതരാം ഇത് ചെയ്തുതരാം. നടക്കോ സംഭവം? നടക്കോ സംഭവം? ഇവനെ കൊണ്ടുപോകാൻ പറ്റും? മലക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മലക്കളാണല്ലോ, കൈക്കൂലി വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. لا يعصون الله ما أمرهم ويفعلون ما يؤمرون. മലക്കുകൾ എന്ന് പറഞ്ഞാൽ കഠോരമായി ശിക്ഷിക്കുന്നവരാണ്. അള്ളാന്റെ തീരുമാനങ്ങൾക്കപ്പുറത്തൊന്നും ചെയ്യുകയില്ല. അള്ളാഹു കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണ്. അതാണ് മലക്കുകൾ. കൈക്കൂലി വാങ്ങിട്ടോ അതല്ലാതെ ഒന്നും പ്രവർത്തിക്കുന്നവരല്ല. അല്ലാഹ് പറയുന്നത് പോലെ എന്താണോ അവരോട് കൽപ്പിക്കപ്പെട്ടത് ആ കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യും. കൊണ്ടുപോടാ, സംസാരിക്കാൻ പറ്റൂല, അടിയല്ലേ. മലക്കളുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, ഉനൈസേ നീ എല്ലാം എവിടം കാണുമല്ലോ. നമ്മളെ ഒന്നും ഈ കോലത്തിലൊന്നും അല്ല, നമ്മളൊന്നും ഈ അവസ്ഥയിലൊന്നും അല്ല. നമ്മളിപ്പോ ഈ ഇരിക്കുന്ന കോലത്ത് നമ്മളിപ്പോ അത്ര 50 കിലോ 60 കിലോ 80 കിലോ 90 കിലോ 100 കിലോ 105 കിലോ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതൊന്നും അല്ല. നാളെ നരകത്തിലേക്ക് പോകുമ്പോ അതൊരു വേറെ കോലാണ്, അത് വിഷയം വേറെയാണ്. അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ ഖുർആനിൽ അതീതിലും പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും. ഉദാഹരണത്തിന് നാളെ അവിടുത്തെ മനുഷ്യന്റെ പല്ലെന്ന് പറയുന്നത് ഒരു പല്ല് ഉഹദ് മലയോളം വലുതാണ്. ഉഹദ് മല ഒരു പല്ല്, മുനേസിന്റെ ഒക്കെ പല്ല് ഉഹദ് മല പോലെ വലുതായിരിക്കും. എല്ലാവരുടെയും പല്ല് അങ്ങനെയാണ്. നാളെ എന്തായിരിക്കും രംഗം ഒന്ന് ആലോചിച്ചു. അല്ലാഹു നമ്മളൊക്കെ സഹായിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുമ്പോണ്ടാകുന്ന വല്ലാത്ത അവസ്ഥയാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യന്റെ രൂപത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളയും. അപ്പൊ നല്ല അവസ്ഥയിലെത്തണം, നല്ല അവസ്ഥയിലെത്തണം. അതുകൊണ്ടാണല്ലോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറിൽ വരുന്നവരുടെ നല്ല മുഖം കണ്ടാൽ രസമുള്ള മുഖം, പ്രകാശിക്കുന്ന മുഖം, പ്രകാശമാനമായ മുഖത്തെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല മുഖം, ഒരു പീഡനങ്ങളുമില്ല, ഒരു രോദനങ്ങളുമില്ല, ഒരു വേദനയുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു പ്രയാസവുമില്ല. ചിരിച്ച് ചിരിച്ച് സന്തോഷത്തോടുകൂടി മഹ്ശറയിലേക്ക് കടന്നു വരുന്ന മുഖം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ തബയള്ളു വജൂഹ് വതസ്വദ്ദു വജൂഹ്. ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, ചില മുഖങ്ങൾ കറുത്ത് കരുവാളിച്ചിരിക്കും.
ഫഅമ്മല്ലദീന സ്വദ്ദത് വജൂഹുഹും ആരുടെ മുഖം കറുത്തിരിക്കുന്നുവോ അകഫർതും ബഅദ ഈമാനിക്കും ഈമാനുള്ളവരായതിനു ശേഷം സത്യവിശ്വാസികളായതിനു ശേഷം കുഫറിനെ തെരഞ്ഞെടുത്തവരല്ലേ, ശിർക്കിനെ തെരഞ്ഞെടുത്തവരല്ലേ. പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരത്തിൽ അടിയുറച്ച് ജീവിച്ച പെണ്ണ്, എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങന്മാരെ, ഒരു കാമുകന് വേണ്ടി ഇസ്ലാമിക ആദർശത്തെ നീ പണയപ്പെടുത്തിയവളല്ലേ. അവന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയി ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിൽ പോയി മാല ഇടുന്നവളായി മാറുന്നില്ലേ? നാളെ നിന്റെ മുഖത്ത് നോക്കിയാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഈ നാട്ടിൽ നിന്റെ മുഖം നല്ല രസമുള്ളതായിരുന്നു, നിന്റെ കവിൾത്തടം നല്ല തുടുത്തതായിരുന്നു, നിന്റെ ചുണ്ടോ നല്ല ചുവപ്പുള്ളതായിരുന്നു, നിന്റെ കണ്ണോ നല്ല വലിപ്പമുള്ളതായിരുന്നു, നിന്റെ ഓരോരോ അവയവങ്ങളെ കാണാനും രസിക്കാനും ത്രസിപ്പിക്കാനുമുള്ളവയായിരുന്നു. അതുകൊണ്ടാണ് ജാതിഭേദമന്യേ നിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. ഇസ്ലാമിക ആദർശത്തിൽ വളർന്നു വന്ന നിന്നെ ഏതോ അവിശ്വാസികൾ നിന്നെ കടന്നു പിടിച്ചില്ലേ? അവിശ്വാസികളുടെ കിണിയിൽ നീ കുടുങ്ങിയില്ല പെങ്ങളെ. 20 വർഷം 22 വർഷം 18 വർഷം വരെ നിന്നെ താലോലിച്ച് വളർത്തിയ നിന്റെ ഉപ്പ എവിടെ? നിന്റെ ഉമ്മ എവിടെ? നീ സുജൂദ് ചെയ്ത നെറ്റിത്തടം എവിടെ? ആ പരിശുദ്ധമായ മുഖത്തിന്റെ ഭാവമെല്ലാം ഇതാ അല്ലാഹു മാറ്റുകയാണ്. നല്ല മുഖം, ദുനിയാവിൽ വെച്ച് നല്ല സുന്ദരി, കാണാൻ നല്ല രസം. കാരണം ഈമാന്റെ അടയാളമാണ്, ഈമാന്റെ അടയാളമാണ്. ആ ഈമാന്റെ അടയാളത്തോടു കൂടിയാണ് ഈ ദുനിയാവിൽ അല്ലാഹ് നിന്നെ ജീവിപ്പിച്ചത്. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിനെ പണയപ്പെടുത്തി കുഫറിന്റെ പിന്നാലെ നീ ഓടി, ശിർക്കിന്റെ പിന്നാലെ നീ ഓടി, കേവലം ഒരു ചെറിയ ഒരു സുഖത്തിന് വേണ്ടി അല്ലേ? ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട്, ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് ഉമ്മയെയും ഉപ്പയെയും പോലും അനുസരിക്കാതെ നീ ഓടിയില്ലേ? അല്ലാഹ് എന്താ ചെയ്യാ? നിന്റെ മുഖത്തെ അല്ലാഹു തആല കറുപ്പിച്ചു കളയും. കറുത്ത് കരുവാളിച്ച കോലത്തില്, പേക്കോലത്തിൽ നാളെ നിന്നെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ചോദിക്കും, എന്റെ മുഖം നല്ല മുഖം, ദുനിയാവിൽ നല്ല പാങ്ങുള്ള മുഖമായിരുന്നല്ലോ, എന്താ എന്റെ മുഖം ഇങ്ങനെ ആയിപ്പോയത്? എന്താ എന്റെ മുഖം ഇങ്ങനെ വികൃതമായിപ്പോയത്? പ്ലീസ് പറയൂ, പ്ലീസ് പറയൂ മലക്കളെ, ഒന്ന് പറയൂ മലക്കളെ. ഉടനെ മലക്കളുടെ ചോദ്യം, അകഫറതും ബഅദ ഈമാനിക്കും, നീ മുസ്ലിമായി ജനിച്ചവനല്ലേ, ജനിച്ചവനല്ലേ? ഇസ്ലാമിക ആദർശത്തോടെ 10, 18, 20, 22 വർഷക്കാലം ജീവിച്ചു വന്നിട്ട് ഏതോ ഒരു പിശാച് നിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചപ്പോ ആദർശം പോലും വകവയ്ക്കാതെ അവന്റെ പിന്നാലെ നീ ഒളിച്ചോടിയവളല്ലേ? അപ്പോഴേക്കും അല്ലാഹു നിന്റെ മുഖത്തിന്റെ കോലം മാറ്റിമറിച്ചു. ഫദൂഖൂ അൽഅദാബ ബിമാ കുൻതും തക്ഫുറൂൻ, അനുഭവിക്കടാ, അനുഭവിക്കടി ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ ധിക്കരിച്ചവളല്ലേ, ധിക്കരിച്ചവനല്ലേ? അല്ലാഹുവിന്റെ ശിക്ഷയാണ് പെങ്ങളെ, അനുഭവിച്ചേ മതിയാവൂ, ഒളിച്ചോടാൻ സാധ്യമല്ല. കറുത്ത മുഖഭാഗമുള്ളവർ മഹ്ശറിലേക്ക് വരുമ്പോ അവരുടെ ചോദ്യത്തിന് മറുപടി മലക്കൾ ഇങ്ങനെ പറയും, പോടി, അനുഭവിച്ചോ, പോ. ഇസ്ലാം എന്ന് പറയാൻ നിനക്കൊരു പുച്ഛമായിരുന്നു ഇല്ലേ? ഇസ്ലാമിക ആദർശം ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നത് വെറുതെ, നോമ്പെടുക്കുന്നത് വെറുതെ, അത് ഹറാം ഇത് ഹറാം എന്നൊക്കെ പറഞ്ഞ് ദുനിയാവിൽ ജീവിച്ചപ്പോ നാളെ മരിക്കൂല, മഹ്ശറില്ല, ഖബറില്ല എന്ന് നീ വിചാരിച്ചിരുന്നു ഇല്ലേ? അനുഭവിക്കുന്നില്ലേ? പോ, ഫദൂഖൂ, പോ, മിണ്ടരുത്, പോ. യാ അല്ലാഹ്, നിലവിളിയോടെ നിലവിളിയായിരിക്കും, നിലവിളിയോടെ നിലവിളി. ആരികക്കാൻ അല്ലാത്ത അവസ്ഥയാണ്. നബിയന റസൂലുള്ളാഹി തങ്ങൾ അടുത്ത ആയത്ത് ഓതുകയാണ്, വഅമ്മല്ലദീന ബിയല്ലതു വജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ്, ആരുടെ മുഖമാണോ പ്രസാദമുള്ളത്, പ്രകാശമുള്ളത്, പ്രകാശമാനമായത്, നൂറ് കൊണ്ട് പ്രകാശിക്കുന്നത്, ഫഫീ റഹ്മത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്, കാരുണ്യത്തിലാണ്. അല്ലാഹുവിന്റെ കരുണ, അതാണ് നമ്മൾ എപ്പോഴും റഹ്മത്തിനെ ചോദിക്കുന്നത്. അല്ലാഹുമ്മ റഹംനാ, അല്ലാഹുമ്മ റഹംനാ, അല്ലാഹുമ്മ റഹംനാ, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ, കരുണ ചൊരിയണേ പടച്ചവനെ എന്നൊക്കെ ചോദിക്കുന്നതിനാ. ദുനിയാവിൽ വെട്ടി മാത്രല്ല, ആഖിറത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ കരുണ കിട്ടേണ്ടത്. ആരുമില്ല, ഇച്ചയില്ല, ഇഞ്ഞയില്ല, ആരുമില്ല, ഇക്കയില്ല, ഇത്തയില്ല, ആരുമില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല, എല്ലാവരും. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഓരോ വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരിക.
സ്വന്തം നഫ്സി 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 നഫ്സി. അല്ലാഹ് എന്തായി കാണുന്നത് പടച്ചവനെ, എന്തായി കാണുന്നത് അല്ലാഹുവേ, നാളത്തെ അവസ്ഥ എന്താണ് പടച്ചവനെ? അപ്പോഴാണ് രണ്ട് മുഖം, ഒന്ന് നല്ല തെളിഞ്ഞ മുഖം, ആ മുഖം ഇങ്ങനെ സന്തോഷത്താൽ തുള്ളിച്ചാടും, സന്തോഷത്താൽ തുള്ളിച്ചാടും. SSLC-യിലൊക്കെ എല്ലാ വിഷയത്തിനും A+ കിട്ടിയവരൊക്കെ തുള്ളിച്ചാടുന്നത് പോലെ, ഒന്നും കിട്ടാതെ 0+ കിട്ടിയവരെല്ലാരും മുഖമൊക്കെ കറുത്ത് കരുവാളി ചെയ്യാ തൂങ്ങിച്ചാവാൻ പോകുന്ന പോലെ, തൂങ്ങിച്ചാവാൻ പോവാണ്, വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടാൻ പോവാണ് എന്നതുപോലെ സന്തോഷത്തിന്റെ മുഖവുമുണ്ട്, സന്താപത്തിന്റെ മുഖവുമുണ്ട്. അള്ളാഹു നല്ല മുഖത്തിന്റെ മക്കളാക്കി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒളുവെടുക്കുന്ന സമയത്ത് ദുആ ചെയ്യണം. ഒളുവെടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബയല്ല വജൂഹു ഔലിയായി. നിന്റെ ഔലിയാക്കളുടെ മുഖങ്ങളെ നാളെ നീ പ്രകാശിപ്പിക്കുന്നത് പോലെ പടച്ചവനെ എന്റെ മുഖത്തെ നീ പ്രകാശിപ്പിക്കണമേ അല്ലാഹ്. ഒളുവെടുക്കുമ്പോൾ ദുആ ചെയ്യണം. ഒളുവെടുക്കുമ്പോൾ ദുആ ചെയ്യണം. ആ മുഖങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ മഹ്ശറിലേക്ക് വരുമ്പോൾ പ്രകാശമാനമായിരിക്കും, പ്രകാശിച്ച് ജ്വലിച്ച് നിൽക്കും, ജ്വലിച്ച് നിൽക്കും. അങ്ങനെയാണ് പ്രകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം നാളെ തിളങ്ങിയ മുഖവുമായി, പ്രകാശത്തിന്റെ മുഖവുമായി, അവരുടെ അവയവങ്ങൾ തിളക്കമുള്ളതായി മഹ്ശറിലേക്ക് കടന്നു വരുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കൾ ചോദിക്കുന്നു, ആരാണ് നബിയേ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ നമസ്കാരത്തിന് വേണ്ടി ഒതുവെടുത്ത അവയവങ്ങളാ. മുഖം കഴുകിയവരാണ്, കൈകാലുകൾ കഴുകിയവരാണ്, തല തടവിയവരാണ്. അങ്ങനെ അംഗസ്നാനം വരുത്തി ദിനേന 5 നേരം റബ്ബിന്റെ കോടതിയിൽ സുജൂദിൽ വീണ എന്റെ അനുയായികളുണ്ടല്ലോ, അവര് നാളെ മഹ്ശറിലേക്ക് വരുന്നത് തിളക്കമാർന്ന അവയവങ്ങളോടെയാണ്. ഞാൻ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്റെ സ്വർഗത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകുമത്രേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും നാളെ മഹ്ശറാവൻ സഭയിൽ തിളക്കമാർന്ന അവസ്ഥയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒളുവിന്റെ അവയവങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കഴുകണേ. ഔ കമാ ഖാല റസൂലുള്ളാഹി. ചില ആളുകൾ ഒളു കൊടുക്കും, ഇവിടെ കഴിവില്ല, ഇവിടെ കഴിവില്ല, ഇവിടെ കഴിവില്ല. അവയവങ്ങൾ ശ്രദ്ധിക്കാൻ ഒളു കൊടുക്കുന്ന സമയത്ത്. അപ്പൊ ഒളു എടുക്കുമ്പോൾ നല്ലപോലെ ഒളു കൊടുക്കണം, പൂർണ്ണമായ അവയവങ്ങൾ കഴുകണം, ആ അവസ്ഥയിൽ ഒളു കൊടുക്കണം. അങ്ങനെ ഒളുവെടുത്താൽ അവർ നാളെ എന്നെ കാണും, നല്ല തിളക്കമുള്ള അവസ്ഥയിൽ എന്നെ കാണും. ഒളുവില്ലാത്തവന്റെയും നിസ്കാരം ഇല്ലാത്തവന്റെയും കാര്യം ചർച്ചയില്ല. യാ അല്ലാഹ്, കല്ലിവല്ലി അവന്റെ മുഖമൊക്കെ ടാർ 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 വാരി എറിഞ്ഞ് മുഖത്ത് വിരൂപമായി പന്നിയുടെ കോലത്തിൽ വരും, പന്നിയുടെ കോലത്തിൽ, നിസ്കാരം ഇല്ലാത്ത. ഹദീസ് കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയിലേക്ക് ഖബറിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുപോകുന്നവരെ കുറിച്ച് പറയുമ്പോ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ഒരായത്ത് മോദിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖബറുകളിൽ നിന്ന് ജനങ്ങളെ ഇതാ കൂട്ടമായി മഹ്ശറിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അഖ്ബിർനി അൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ വിശദീകരണം ഒന്ന് നൽകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ആയത്തുമായി പോയപ്പോ, ഈ ആയത്തൊന്ന് ഓതിക്കൊടുത്തപ്പോ ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബീലാ. അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് കേട്ടപ്പോ പൊട്ടിക്കരയുകയാണ്. ഹത്തബതല്ലത് ലിഹ്യതുഹു വസിയാബുഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദാടിരോമങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന പരിശുദ്ധമായ വസ്ത്രങ്ങളും ഹബീബായ തങ്ങളുടെ കണ്ണുനീര് കൊണ്ട് കുതിരുകയായി, കണ്ണുനീര് കൊണ്ട് നനയുകയായി. അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല, ഹബീബായ തങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. നാളെ മഹ്ശറിലേക്ക് ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന രംഗം അല്ലാഹുവിന്റെ റസൂൽ നേരിൽ കാണുകയാണ്. ഹബീബായ തങ്ങൾ ബഹുമാനപ്പെട്ട മുആദിനെ നോക്കിയിട്ട് പറയുകയാ, സഅൽത അന്നബി നബീം യാ മുആദ്. മുആദേ, നീ ചോദിച്ചത് വല്ലാത്ത ചോദ്യമാണ്, വല്ലാത്ത ചോദ്യമാണ് മുആദേ. അത് മറുപടി പറയാൻ എനിക്ക് കഴിയുന്നില്ല, സാധ്യമാകുന്നില്ല. മഹാനായ പ്രവാചകൻ പൊട്ടി പൊട്ടിക്കരയുകയാണ്. എന്നെ കുറിച്ചോ നിന്നെ കുറിച്ചോ മാത്രമല്ല, ഹബീബായ തങ്ങളുടെ പൊന്നുമോളെ കുറിച്ചല്ല, ഹബീബായ തങ്ങളുടെ പ്രിയതമകളായ ഭാര്യമാരെ കുറിച്ചല്ല,
നമ്മുടെ ഓരോ വ്യക്തികളുടെ അവസ്ഥകൾ നാളെ മഹ്ശറ വൻസഭയിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഓർത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. അവിടുത്തെ കണ്ണുനീര് കൊണ്ട് വസ്ത്രങ്ങളെല്ലാം കുതിരുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, മുആദ്, എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് 12 വിഭാഗങ്ങളായി ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിലൊരു വിഭാഗം യുഹ്ശറൂന മിൻ ഖുബൂരിഹിം അലാ സൂറത്തിൽ ഖനാസീറ, ഒരു വിഭാഗം ആളുകളെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരപ്പെടുക. അതെന്റെ വിഭാഗത്തിൽ പെട്ടവരാണല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മഹ്ശറിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കുകയാണ്, മുഹമ്മദേ, അവിടുത്തെ സമുദായത്തിലെ ഒരു വിഭാഗത്തെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ഉമ്മത്തികളാണെന്ന് കേട്ടപ്പോ ഫബകാ തവീലാ, അല്ലാഹുവിന്റെ റസൂൽ നിർത്താതെ കരയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹബീബേ, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാണ് ഹൗലാഇ മിൻ ഉമ്മത്തിക, നിങ്ങളുടെ സമുദായത്തിലെ പെട്ടവര് തന്നെ, അവിടുത്തെ അനുയായികളിൽ പെട്ടവര് തന്നെ. പക്ഷേ വഹും യതഹാവനൂന ബിസ്സലാ, നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുന്നവരാണ്. പള്ളിയുടെ അരികിൽ കിടന്നാൽ പോലും 5 നേരം ബാങ്ക് വിളി കേട്ടാൽ പോലും നമസ്കാരത്തിന് താല്പര്യം കാണിക്കാത്ത, താല്പര്യം പ്രകടിപ്പിക്കാത്ത അവിടുത്തെ അനുയായികളുണ്ടല്ലോ, ആ അനുയായികളെ നാളെ പന്നിയുടെ കോലത്തിലാണ് കൊണ്ടുവരിക. അവരുടെ മുഖം കറുത്ത് കരുവാളിച്ചിരിക്കും, അവരുടെ മുഖം വിരൂപമായിരിക്കും, അവരുടെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയേ ഇല്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഇത് കേട്ടപ്പോ പൊട്ടിക്കരയുകയാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഫാത്തിനോടടുത്ത സമയത്ത് പോലും അലൈക്കും ബി ഉമ്മത്തി അസ്സലാ, എന്റെ ഉമ്മത്തികളെ നിങ്ങൾ മുറുകെ പിടിക്കണേ, നമസ്കാരം മുറുകെ പിടിക്കണേ. നാളെ നിങ്ങൾക്ക് എന്നെ കാണണ്ടയോ, എന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണ്ടയോ, നാളെ എന്റെ ശഫാഅത്ത് വേണ്ടയോ, നിങ്ങളുടെ കൈക്ക് ഞാൻ പിടിക്കണ്ടയോ, നിങ്ങളെ നമസ്കാരം ഒഴിവാക്കരുതേ, നമസ്കാരം ഒഴിവാക്കരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിൽ കൊണ്ടുപോയി ഒരു നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. നബി തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സുമ്മാ തആലാ ഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോവുകയാ. ഞാൻ അവരെ ഒന്ന് നോക്കിയപ്പോ വലിയ വലിയ പാറക്കഷണങ്ങൾ കൊണ്ട് ആ സമുദായത്തിന്റെ തല എറിഞ്ഞു പൊട്ടിക്കുന്നു മാലാകമാർ. അവരുടെ തല പൊട്ടിച്ചിതറുകയും തലച്ചോറ് തിളച്ചു മറിയുകയും രക്തം മാർന്നൊഴുകുകയും ചെയ്യുമ്പോ അവർ നിലവിളിക്കുന്നു, യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ, ഞങ്ങളെ ഒന്ന് മടക്കുമോ, നാട്ടിലേക്ക് മടക്കുമോ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മൃഗീയമായ കാഴ്ചകൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ വിഭാഗമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, ഹൗലാഇ അല്ലദീന തതസാഖലത് റൂസുഹും അനിസ്സലാ, നബിയേ, ഈ തല അവർക്ക് നമസ്കാരത്തിന്റെ ബാങ്ക് വിളി കേട്ടാൽ ഈ തലയിൽ അവർക്കൊരു ഭാരമായിരുന്നു, ഭാരമായിരുന്നു. അവരല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അവർക്കതൊരു ഭാരമാണ്. ആരെങ്കിലും ഒരു 10 രൂപ ടിപ്സ് കൊടുത്താൽ തല കുനിച്ചു നിന്ന് അവരെ വന്ദിക്കുന്നവരാ. ഒരു പാട്ട് പാടിയാൽ, ഒരു റിയാലിറ്റി ഷോയിൽ പോയി ആടിയാൽ, തുള്ളിയാൽ, എടി പെണ്ണേ, മോളെ, നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് റിയാലിറ്റി ഷോയിലെ ജഡ്ജസ് പറഞ്ഞാൽ അവരുടെ മുന്നിൽ നീ തല
കുനിക്കുന്നവളല്ലേ, അവരുടെ മുന്നിൽ നീ തല നമിക്കുന്നവരല്ലേ, അവർക്ക് വേണ്ടി പാദസേവ ചെയ്യുന്നവരല്ലേ. 5 നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് കടന്നുവാ എന്ന് വിളിക്കുമ്പോ ആ നമസ്കാരത്തിന് വേണ്ടി അവരുടെ തല അള്ളാന്റെ മുന്നിൽ കുനിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ള അവിടുത്തെ സമുദായത്തിൽപ്പെട്ട വൃത്തികെട്ട നെറികെട്ട നികൃഷ്ടരായ ഉമ്മത്തികളാണ് ഹബീബേ. അവരുടെ തലയാണ് അടിച്ചു പൊട്ടിക്കുന്നതെന്ന് ഹബീബായ തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പുന്നാര ഹബീബായ തങ്ങൾ പറഞ്ഞത്, മരണത്തോടടുത്ത് കിടക്കുന്ന സമയം ചുണ്ട് ചലിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് പോയി ചെവിയൊന്ന് വെച്ചു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ ഉമ്മത്തികളോട് ഉപദേശിക്കണേ, അസ്സലാ അസ്സലാ. നമസ്കാരം നമസ്കാരം നമസ്കാരം. എന്റെ ഉമ്മത്തിൽ പറഞ്ഞു നമസ്കാരം. നമസ്കാരം ഇല്ലാതെ നീ എന്തെല്ലാം നന്മ ഈ ദുനിയാവിൽ ചെയ്താലും, എത്ര വാള് സംഘടിപ്പിച്ചാലും, ഈ വാളിന് വേണ്ടി ലക്ഷങ്ങൾ നിങ്ങൾ ചെലവ് ചെയ്താലും, നമസ്കാരമില്ലാതെ ഒരു തരിമ്പ് അല്ലാഹു സ്വീകരിക്കൂല. പ്രതീക്ഷിക്കേ വേണ്ട. അവരുടെ മുഖം നാളെ മഹ്ശറിൽ വരുന്നത് കറുത്ത് കരുവാളിച്ചിരിക്കും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പൊന്നുമാതാപിതാക്കളെ, നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കൾ നിസ്കാരമില്ല എങ്കിൽ നിങ്ങൾ ഒരു പിടി ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. നിസ്കാരമില്ലാത്ത മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കരുത്, കൊടുക്കാൻ പാടില്ല. നിസ്കാരമില്ലാത്തവൻ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം അവനെതിരെ ശാപപ്രാർത്ഥന നടത്തും.